Dear students, in this video I am going to discuss about the polarization of material and the field produced due to a polarized object, namely how does the polarization produces bound charges and what are the physical interpretation of the bound charges. Last class നമ്മൾ ഡയലക്ട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡയലക്ട്രിക്സ് ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ് ഉണ്ടാവുന്നത് പറഞ്ഞു. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾസ് ഉണ്ടാകാൻ കാരണം ഒരു പീസ് ഓഫ് ഡയലക്ട്രിക് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ ആറ്റംസും അതിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ്സും ന്യൂക്ലിയസും തമ്മിലുള്ള ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടാവും ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ഓരോ ആറ്റമും ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് ഡൈപോളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഡൈപോളായിട്ട് മാറുകയാണെങ്കിൽ ആ പ്രോസസ്സിന് നമ്മൾ മെറ്റീരിയൽ പോളറൈസ്ഡ് ആയി എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ പോളറൈസേഷൻ എന്നുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുകയാണ്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡൈപോൾ മൊമെൻറ്റ്സ് ഇൻഡ്യൂസ് ചെയ്തോ, അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഓരോ ആറ്റം ഒരു മൈക്രോസ്കോപ്പിക് ഡൈപോളാവും, ഓരോ ഡൈപോളിനും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇതിൻ്റെ എല്ലാ ഡൈപോൾ മൊമെൻറ്റും വെക്റ്റർ സം എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് അല്ലേ. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ് പോളറൈസേഷൻ എന്നുള്ള ക്വാണ്ടിറ്റി. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ പി എന്നുള്ള വെക്ടറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൽ ചെറിയൊരു പോർഷൻ വോളിയം ഒരു മെറ്റീരിയലിലുള്ള ചെറിയൊരു പോർഷൻ വോളിയം കൺസിഡർ ചെയ്യണം. അതിൻ്റെ വോളിയം ഡീറ്റോ ആണ് എങ്കിൽ ആ നമ്മൾ കൺസിഡർ ചെയ്ത വോളിയത്തിൽ ഡി പി ആണ് ഡൈപോൾ മൊമെൻറ്റ് നിൽക്കുക. ഓക്കെ, ചെറിയ എമൗണ്ട് ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ഡി പി. അങ്ങനെയാണെങ്കിൽ പോളറൈസേഷൻ എന്നുള്ളത് ഡി പി ബൈ ഡി ടോ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. അതായത് നമുക്ക് ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അതിനൊരു ഡെഫിനിറ്റ് പോളറൈസേഷൻ ഉണ്ട്. പോളറൈസേഷൻ ഇവിടെ ഡൈപോൾ മൊമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിൻറ്റിലുള്ള ഡൈപോൾ മൊമെൻ്റാണ്. ഇൻ ജനറൽ ഇതിനൊരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ ഒരു പോളറൈസേഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഒരു പോയിൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമുക്കടുത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെറ്റീരിയലിൽ ബേസിക്കലി പോളറൈസ്ഡ് ആണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പോളറൈസേഷൻ ഉള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയലിനകത്ത് ദർ ആർ മെനി മൈക്രോസ്കോപ്പിക് ഡൈപോൾസ്. ഓരോ ഡൈപോൾസിനും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ്, ഓരോ ആറ്റമിക് ഡൈപോൾസും ഇത്തരത്തിലുള്ള മെനി ആറ്റംസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും, ഈ പോളറൈസ്ഡ് ഒബ്ജക്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ മൈക്രോസ്കോപ്പിക് ഡൈപോൾസ് കാരണം നമുക്കറിയാം ഒരു ഡൈപോൾ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ഡൈപോൾസിൻ്റെ എഫക്റ്റ് കാരണം ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് ഈ ഒരു പോയിൻറ്റിനെ പി എന്ന് കൊടുക്കാം. പി എന്നുള്ള പോയിൻറ്റിൽ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മെറ്റീരിയലിനകത്തുള്ള ഓരോ ആറ്റോമിക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഡൈപോളിൻ്റെയും എഫക്റ്റ് കാരണമാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൈപോളിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റ് ചാപ്റ്റർ 2 ഡിഫൈൻ ചെയ്ത സമയത്ത് ഒരു ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ കാണുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. ഫോർ എ സിംഗിൾ ഡൈപോൾ ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡൈപോൾ എടുത്തു. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -q +q ചാർജ് ഉണ്ട്, ഡിസ്ക്രീറ്റ് ചാർജസ് ആണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2l. ഓക്കെ, 2l എന്ന് പറയുമ്പോൾ അത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എല്ലും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എല്ലും ആണ്. നമ്മൾ പി എന്നുള്ള പോയിന്റിലുള്ള ഒരു പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. അങ്ങോട്ട് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഉള്ള പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് കേളി ആറാണ്. ഓക്കെ, നെഗറ്റീവ് ചാർജിൽ നിന്നും പി എന്നുള്ള പോയിൻറ്റിലേക്കുള്ള വെക്ടർ r- ആണ്. പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള r+ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അതുപോലെ തന്നെ ഈ കേളി ആറ് ഡൈപോളിൻ്റെ ഈ ഡയറക്ഷൻ, അതായത് ഇത് തന്നെയാണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലുള്ള ഡയറക്ഷനാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയായിട്ട് എടുത്തു. അപ്പോൾ ഇനി ഇത് തീറ്റയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ലെങ്ത്തിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്കിവിടെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ എക്സ്ട്രാ ലെങ്ത്ത്, ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ നമുക്ക് കിട്ടും
എൽ കോസ് തീറ്റ ആണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എൽ കോസ് തീറ്റ ആണ്. ഓക്കെ, നൗ വി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു നെഗറ്റീവ് ക്യൂ ചാർജ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, അതായത് 1/4πε0 മൈനസ് ക്യൂ ഇതാണ് ചാർജ് ഡിവൈഡഡ് ബൈ ആർ മൈനസ്. ഓക്കെ, ആർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത്താണ്, അത് ആറിൻ്റെ ടേംസിൽ എഴുതാം. ഇത്രയുമാണ് ആറ്, ബാക്കിയുള്ളത് എൽ കോസ് തീറ്റയാണ്. അപ്പോൾ ആർ പ്ലസ് എൽ കോസ് തീറ്റ എന്ന് എഴുതി. അതുപോലെ വി പ്ലസ് എഴുതി. വി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് ആണ്. ആർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്താണ്. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ഈ ലെങ്ത്തിൽ എൽ കോസ് തീറ്റയാണ്. അപ്പോൾ ആർ മൈനസ് എൽ കോസ് തീറ്റ എന്ന് കൊടുത്തു. ഇനി പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻറ്റ് പി എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ, പൊട്ടൻഷ്യൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അപ്പോൾ ഈ രണ്ട് പൊട്ടൻഷ്യൽ കൂടി ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇതിലെല്ലാം കോമൺ ടേം ആണ്. ക്യൂ 1/4πε0 ക്യൂ വരെ കോമൺ ടേം ആണ്, അത് കോമൺ ആയിട്ട് എഴുതി. ബാക്കിയുള്ളത് പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ക്യൂ 1/r മൈനസ് എൽ കോസ് തീറ്റ ആണ്. മൈനസ് സൈൻ, അത് ഈ മൈനസ് ആണ്, 1/r പ്ലസ് എൽ കോസ് തീറ്റ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോമൺ ഡിനോമിനേറ്റർ എഴുതാം, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2l കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ ഈ ഡൈപോളിന് ആറ്റമിക് ഡൈപോൾസ് ആയതുകൊണ്ട് ഈ ലെങ്ത്തൊക്കെ വളരെ ചെറുതായിരിക്കും കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ആറിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും എൽ എന്നൊക്കെ പറയുന്ന ലെങ്ത്ത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ടേം നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളത് 2l ക്യൂ ഇൻറ്റു 2l. അപ്പോൾ ക്യൂ ഇൻറ്റു 2l എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഓഫ് ദ ചാർജസ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് ആണ് അല്ലേ. 2l എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിന് പി എന്ന് കൊടുത്തു, ക്യൂ ഇൻറ്റു 2lനെ പി എന്ന് കൊടുത്തു. അപ്പോൾ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. പി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ നമുക്ക് ഈ ആറിൻ്റെ ഡയറക്ഷൻ ഒരു യൂണിറ്റ് വെക്ടർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആർ ഡോട്ട് പി എന്ന് പറയാം. ഓക്കെ, ആറിനും പിക്കും ഇടയ്ക്കുള്ള പിയുടെ ഡയറക്ഷനാണ് ഇത്. ഓക്കെ, ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ പി കോസ് തീറ്റ എന്ന് തന്നെ വരും. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ആറ്റമിക് ഡൈപോൾ പിയിലേക്ക് കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഇവിടെ ഒരു ആറ്റമിക് ഡൈപോളുണ്ട്, അതിവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഇങ്ങനെ അനേകായിരം ഡൈപോൾസ് ഈ പോളറൈസ്ഡ് ഒബ്ജക്റ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക, അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ നമ്മൾ അതിന് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ we'll consider a small volume around this dipole. അതായത് ഇവിടെ നമ്മൾ ചെറിയൊരു ബോക്സ് പോലത്തെ ചെറിയൊരു വോളിയം കൺസിഡർ ചെയ്യുന്നു. ആ വോളിയം ഡീറ്റോ ആണെന്ന് അസ്യൂം ചെയ്യാം. ആ ബോക്സിൻ്റെ വോളിയം ഡീറ്റോ ആണ്. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഡൈപോൾ മാത്രമല്ല ഉണ്ടാവുക, കുറച്ചധികം ഡൈപോൾസ് ഉണ്ടാവും. ഒരു കമ്പയർഡ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഡൈപോൾസ് ഇൻ ദ പോളറൈസ്ഡ് മെറ്റീരിയൽ, ഈ ബോക്സിനകത്തുള്ള ഡൈപോൾസിൻ്റെ എണ്ണം കമ്പയറബിളി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഡൈപോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈപോൾ മൊമെൻറ്റ് ഡി പി ആണെന്ന് എടുക്കാം, ചെറിയൊരു ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ എത്രയാണ് നമ്മൾ പറയുന്നില്ല, അതിവിടെ ഒരു ഡൈപോളിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഡൈപോൾ മൊമെൻറ്റ് ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഡൈപോൾ മൊമെൻറ്റ് ഡി പി ആണെന്ന് വയ്ക്കാം. ഓക്കെ, അതിൻ്റെ വോളിയം ഡീറ്റോ ആണ്. അപ്പോൾ നമുക്ക് പോളറൈസേഷൻ തന്നിട്ടുണ്ട് അല്ലേ. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഡീറ്റോയിൽ ഡി പി ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ പോളറൈസേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് നേരത്തെ സിംഗിൾ ഡൈപോളിൻ്റെ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ പിക്ക് പകരം നമ്മൾ ഈ ബോക്സ് വളരെ ചെറിയ നമ്മൾ കൺസിഡർ ചെയ്ത ഈ ബോക്സിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡി പി ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസേഷൻ ഇൻറ്റു ഡീറ്റോ. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയ പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്, ഇത് ക്യാപിറ്റൽ പി ആണ്, പോളറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പി ഡീറ്റോ എന്ന് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ പി ഡീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഒരു ചങ്ക് ഓഫ് മെറ്റീരിയൽ എന്നൊക്കെ പറയാം. ഓക്കെ, ചങ്ക് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ചെറിയൊരു പീസ്, അത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് പി ഡീറ്റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ഈ ചങ്കിൻ്റെ മാത്രം പൊട്ടൻഷ്യൽ എഴുതുകയാണെങ്കിൽ ഡി വി എന്ന് എഴുതണം ഇവിടെ. ഓക്കെ, പിന്നീട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഈ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് ഉള്ള
അതായത് പോളറൈസേഷൻ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഉള്ള സ്ഥലത്ത്. അപ്പോൾ മെറ്റീരിയൽ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വേരിയബിൾ ഡീറ്റോ എന്നുള്ള ഡീറ്റോ പ്രൈം എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം ഇതാണ് സോഴ്സ്. ഡീറ്റോ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എവിടെയാണുള്ളത് അവിടെയൊക്കെ അതിൻ്റെ ത്രൂ ഔട്ട് വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പോളറൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് പ്രൈംഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സോഴ്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിന് പുറത്തേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇൻ്റഗ്രൽ 0 ആയിരിക്കും. ഓക്കെ, മെറ്റീരിയലിനകത്ത് മാത്രമേ ഇൻ്റഗ്രൽ നോൺ വാനിഷിംഗ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തത് പിക്ക് പകരം പി ഡീറ്റോ എന്ന് കൊടുത്തു. ക്യാപിറ്റൽ പി ആണ്. അപ്പോൾ ഈ സ്മോൾ പി മാറി ക്യാപിറ്റൽ പി ആയി ഡീറ്റോ പ്രൈം എന്ന് കൊടുത്തു. വോളിയം ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഗ്രേഡിയൻ്റ് ഓഫ് 1/r എന്ന് പറയുന്നത്. ആർ എന്നുള്ളത് സെപ്പറേഷൻ വെക്ടറാണ്. ഓക്കെ, r/r² ഇത് നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി r/r² ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഗ്രേഡിയൻ്റ് ഓഫ് 1/r ഡോട്ട് പി ആർ എന്ന് കൊടുക്കുക. അപ്പോൾ പി ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. പി ആദ്യം എഴുതി. പി പോളറൈസേഷൻ പി ആണ്. ഡോട്ട് ഗ്രേഡിയൻ്റ് ഓഫ് 1/r ഡീറ്റോ പ്രൈം എന്ന് കൊടുത്തു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് നമുക്ക് ഒരു യൂസ്ഫുൾ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മളൊരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നു. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ സ്കെയിലാറാണ്. എ എന്ന് പറഞ്ഞാൽ വെക്ടർ ഫീൽഡാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ എഫ്. ഓക്കെ, അപ്പോൾ നമുക്കുള്ള ഒരു ഫോം എന്ന് പറയുന്നത് ഇതൊരു വെക്ടർ ഫീൽഡ് ഉണ്ട്, ഇവിടെ ഒരു വെക്ടർ ഫീൽഡ് ഉണ്ട്, ഡോട്ട് ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ്റെ അവസാനത്തെ പാർട്ടാണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ ഈ ടേമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഡെൽ ഡോട്ട് എഫ് എ മൈനസ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നതായിരിക്കും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആദ്യമുള്ളത് ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r ആണ്. എ എന്ന് പറഞ്ഞാൽ പി ആണ്. ഓക്കെ, അപ്പോൾ p/r എന്ന് വരും. ഡെൽ ഡോട്ട് p/r. ഇപ്പോൾ ഇവിടെ ഗ്രേഡിയൻറ്റിൻ്റെ മേലെയും പ്രൈംഡ് കോർഡിനേറ്റ് ഉണ്ട്. അതായത് ഗ്രേഡിയൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് കോർഡിനേറ്റ് ആണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് ഇൻ്റഗ്രൽ ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ 1/r ആണ്. ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ പി ആണ്. ഓക്കെ, 1/r ഇൻറ്റു ഡൈവർജൻസ് ഓഫ് പോളറൈസേഷൻ ഡീറ്റോ പ്രൈം. നൗ ഇവിടെ നമ്മൾ ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യും. ഡൈവർജൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എ ഈക്വൽ ടു ഡൈവർജൻസ് ഓഫ് എ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ദ ഡൈവർജൻസ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈവർജൻസ് തിയറം. അതിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡാണ് ഉള്ളത്. ഇപ്പോൾ ഡൈവർജൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ എ ഡോട്ട് ഡി എ. അപ്പോൾ p/r ഡോട്ട് ഡി എ പ്രൈം എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷനൊക്കെ ചെയ്യുന്നത് സോഴ്സ് കോർഡിനേറ്റിൻ്റെ അനുസരിച്ചാണ്. ഓക്കെ, ഒരു റീജിയനിലാണ്. മൈനസ് ഈ ടേമിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു 1/r ടേം ഉണ്ട്. ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് മൊത്തം ടേംസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരുന്നു. അതുകൊണ്ടാണ് ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഇവിടെ മുന്നൊരു 1/r ടേം ഉള്ളതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതുപോലെ എഴുതി. 1/4πε0 1/r ഡൈവർജൻസ് ഓഫ് പോളറൈസേഷൻ ഡീറ്റോ പ്രൈം. ഇനി ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ നമുക്ക് 1/4πε0 സിഗ്മ dA/r ആണ്. അങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഓക്കെ 1/4πε0 റോ dτ/r എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 1/4πε0 ഉണ്ട്. ഇവിടെ ഒരു സർഫസ് ഇൻ്റഗ്രൽ ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ ടേമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡി എ എന്നുള്ളത് വെക്റ്റർ അല്ല. ഓക്കെ, ഒരു സ്കെയിലാറാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വെക്റ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഡി എ വെക്റ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി എ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഏരിയയുടെ ഡയറക്ഷൻ എൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പി ഡോട്ട് എൻ
എന്നുള്ളത് പി ഡോട്ട് എൻ ഇൻറ്റു ഡി എന്ന് എഴുതാം. അപ്പം ബാക്കി വരുന്നത് 1/r ഉണ്ട്, ഇവിടെ 1/r ഉണ്ട്. അപ്പോൾ ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ പി ഡോട്ട് എൻ എന്ന് ഇവിടെ കിട്ടി. അപ്പോൾ അതൊരു സം കൈൻഡ് ഓഫ് ബൗണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്, സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. അതിനെ നമുക്ക് ബൗണ്ട് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. ബൗണ്ടഡ് ആണെന്ന് പറയാൻ കാര്യം ഈ ചാർജസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്, ആ മെറ്റീരിയൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. ഓക്കെ, അത് മെറ്റീരിയലിനകത്ത് ബൗണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ബൗണ്ട് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റോ ഡീറ്റോ എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ട് എന്നുള്ളത് റോ ബി വോളിയം ചാർജ് ഡെൻസിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ അറിയാവുന്ന ടേംസിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ 1/4πε0. ഇതിന് നമ്മൾ പി ഡോട്ട് എൻ തന്നെ സിഗ്മ ബി ഡി എ, അതുപോലെ തന്നെ അതിന് റോ ബി ഡി എ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട്. ഓക്കെ, അപ്പോൾ ഓൾ ടുഗദർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്താണ്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്. ഒരു പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ബൗണ്ട് ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് സർഫസ് ബൗണ്ട് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെയും അതുപോലെ തന്നെ വോളിയം ബൗണ്ട് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലിൻ്റെയും സമ്മായിരിക്കും എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഇൻഫർമേഷൻ, പോളറൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ബൗണ്ട് ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സർഫസ് ബൗണ്ട് ചാർജും ഉണ്ടാകുന്നുണ്ട്, വോളിയം ബൗണ്ട് ചാർജും ഉണ്ടാകുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ബൗണ്ട് ചാർജ് ഉണ്ടാകുന്നുണ്ട്. ആ ചാർജസ് ആണ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ദർ ഇസ് വൺ മോർ പോയിൻറ്റ് ടു ബി നോട്ടീസ് ഹിയർ. ഇവിടെ നോട്ടീസ് ചെയ്യാനുള്ള മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, സപ്പോസ് പോളറൈസേഷൻ യൂണിഫോം ആണെന്ന് വയ്ക്കാം. യൂണിഫോം ഇൻ ദ സെൻസ് പോളറൈസേഷൻ്റെ ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആണ്, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡൈവർജൻസ് ഓഫ് പി എടുക്കുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡൈവർജൻസ് എടുക്കുമ്പോൾ ഇത് 0 ആയിരിക്കും. ഓക്കെ, ബൗണ്ട് ചാർജസ് 0 ആയിരിക്കും, വോളിയം ബൗണ്ട് ചാർജസ് 0 ആയിരിക്കും. അപ്പോൾ യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ ഈ ടേം ഉണ്ടാവില്ല. സർഫസ് കോൺട്രിബ്യൂഷൻ മാത്രമേ, സർഫസ് ചാർജ് ബൗണ്ട് ചാർജ് കോൺട്രിബ്യൂഷൻ മാത്രമേ യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നോൺ യൂണിഫോം പോളറൈസേഷൻ എന്ന് പറയുന്നത് പി മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പി ഈസ് എ ഫങ്ഷൻ ഓഫ് സം കോർഡിനേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളുണ്ട്, സർഫസ് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, വോളിയം കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി 0 ആയിരിക്കും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൗണ്ട് ചാർജസ്. ഓക്കെ, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ഈ രണ്ട് തരത്തിലുള്ള ചാർജസ്, ബൗണ്ട് ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഫീൽഡ് ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഫീൽഡ് ദാറ്റ് വുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ സെർട്ടൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബൗണ്ട് ചാർജസ്. ഓക്കെ, അതായത് പോളറൈസ്ഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സർഫസ് ബൗണ്ട് ചാർജ് ആസ് വെൽ ആൻഡ് ദി വോളിയം ബൗണ്ട് ചാർജ്. ഓക്കെ, റോ ബി. നൗ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പോളറൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദർ ഈസ് അക്യുമുലേഷൻ ഓഫ് ചാർജസ്. അക്യുമുലേഷൻ ഓഫ് ചാർജസ് രണ്ട് തരത്തിൽ, ഒന്ന് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോളിയം, അതായത് ബൾക്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും എങ്ങനെയാണെന്നാണ് നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ കൺസിഡർ ദ യൂണിഫോം പോളറൈസേഷൻ. ഫസ്റ്റത്തെ കേസ് യൂണിഫോം പോളറൈസേഷൻ ആണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ റോ ബി 0 ആയിരിക്കും, അല്ലേ, ഡെൽ ഡോട്ട് പി ഈക്വൽ ടു 0. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇമാജിൻ എ ചെയിൻ ഓഫ് ഡൈപോൾസ്. അതായത് നിങ്ങൾക്കൊരു മെറ്റീരിയൽ ഉണ്ട്, ഇതാണ് നിങ്ങളുടെ മെറ്റീരിയൽ. അപ്പോൾ ഒരു ചെയിൻ ഓഫ് ഡൈപോൾസ്, ഒരു ലൈനിൽ കിടക്കുന്ന ഡൈപോൾസിനെ ഞാൻ എടുക്കാൻ നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ഈ ഡൈപോൾസ് അലൈൻ ചെയ്ത് നിൽക്കുക ചെയ്യുക, ഒരേ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്കതിൽ ഒരു ലൈനിൽ കിടക്കുന്ന ഡൈപോൾസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഡൈപോൾ എടുത്തു, മൈനസ് പ്ലസ് അങ്ങനെയുള്ള ഡൈപോൾസ് എടുത്തു. ഓക്കെ, യൂണിഫോം പോളറൈസേഷനാണ്. യൂണിഫോം പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഡൈപോൾ ഉണ്ട് ഇവിടെ, ഇതിൻ്റെ ചാർജ് 1 കൂളം, -1 കൂളം ആണ്, ഇവിടെ +1 കൂളമാണ്. അടുത്ത ഡൈപോൾ മൈനസ് പ്ലസ്
ഓക്കെ, ഇവിടെ -1 കൂളം, ഇവിടെ +1 കൂളം. അതായത് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജസ് യൂണിഫോം ആണെന്ന് പറയുന്നത് ഓരോ ഡൈപോളിനും ഒരേ വാല്യൂ ആണ് ഈ ചാർജസ്, ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയുള്ള +1 കൂളം ചാർജ് ഇവിടെയുള്ള -1 കൂളം ചാർജായിട്ട് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഓരോ എൻഡിലും ഇങ്ങനെ ക്യാൻസലേഷൻ നടക്കും, +- ചാർജസ് ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ചാർജ് ഏതാ, എൻഡിലുള്ള മൈനസും ഈ എൻഡിലുള്ള പ്ലസ് ചാർജും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു ബിഗ് ചങ്ക് ഓഫ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൾക്കിൽ എന്തുണ്ടാവില്ല, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതായത് പോളറൈസേഷൻ ഇല്ല, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല, ചാർജസ് ഒന്നുമില്ല. ഓക്കെ, ബൗണ്ട് ചാർജസ് ഒന്നും അതിൻ്റെ ബൾക്കിലില്ല. ചാർജസ് ഓൺലി ഓൺ ദ എൻ സൈഡിൽ മാത്രമേ, അതായത് അതിൻ്റെ ക്രോസ് സെക്ഷനിൽ മാത്രമേ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുള്ളൂ. ഇത് എപ്പോഴാണ് യൂണിഫോം പോളറൈസേഷൻ ആവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് ഇവിടെ വാലിഡേറ്റ് ചെയ്തു. എന്താണ് വാലിഡേറ്റ് ചെയ്തത്? വോളിയം ബൗണ്ട് ചാർജസ് ഇല്ല, അതുകൊണ്ട് തന്നെ വോളിയം ബൗണ്ട് ചാർജ് ഡെൻസിറ്റി 0 ആണ്. ഓക്കെ, ഇനി സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റിയുടെ എമൗണ്ട് എത്രയാണ് നോക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെയുള്ള ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഡി ആണെന്ന് വയ്ക്കുക, QD = അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഹൈറ്റാണ്. അതായത് ഈ ഏരിയ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് D ആണ്. ഓക്കെ, വോളിയം. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ P/AD ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ P × AD എന്ന് വരും. ഓക്കെ, പോളറൈസേഷൻ ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു D. അപ്പോൾ D ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എൻഡ് സൈഡിൽ വരുന്ന ചാർജ് എന്ന് പറയുന്നത് P × A, പോളറൈസേഷൻ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അതിൽ നിന്നും നമുക്ക് ബൗണ്ട് ചാർജ്, സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക. സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും Q/A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളറൈസേഷൻ P എന്ന് വരും, σB = P എന്ന് വരും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ ഏരിയ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ സപ്പോസ് ഈ ഏരിയ കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏരിയയുടെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് വെക്ടറാണ് ഈ സർഫസിന് നോർമലായിട്ടുള്ള വെക്ടർ. ഓക്കെ, പോളറൈസേഷൻ ഈ ഡയറക്ഷനാണ് വരിക, അത് തമ്മിലുള്ള ആംഗിൾ θ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ബൗണ്ട് ചാർജ്, സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി പറഞ്ഞാൽ Q/ഏരിയ എന്ന് പറയുമ്പോൾ ഈ ചെരിഞ്ഞിട്ടുള്ള കിടക്കുന്ന ഏരിയയാണ് A എൻഡ്. ഓക്കെ, A എൻഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർഫസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഡയറക്ഷനിലുള്ള ഏരിയ A ആണ്, നമുക്ക് വേണ്ടത് ഈ ഡയറക്ഷനിലുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഏരിയ. ഓക്കെ, സോ അപ്പോൾ cos θ എടുക്കുകയാണെങ്കിൽ A/cos θ എന്ന് വരും A എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ A എൻഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, A/Q/A/cos θ. cos θ മേലെ പോയി, Q/A, Q എന്ന് പറഞ്ഞാൽ PA ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, A ക്യാൻസൽ ചെയ്ത് പോയി, P cos θ എന്ന് വരും. P cos θ പറഞ്ഞാൽ P.N. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ, അതായത് ഫീൽഡ് ഡ്യൂ ടു എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കോൺട്രിബ്യൂഷൻ സർഫസ് ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ആയിരുന്നു, അത് P.N ആണ്, പോളറൈസേഷൻ ഡോട്ട് നോർമൽ വെക്റ്റർ ടു ദ സർഫസ്, ഈ സർഫസിൻ്റെ നോർമൽ വെക്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു കേസ് യൂണിഫോം പോളറൈസേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നോൺ യൂണിഫോം പോളറൈസേഷൻ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ദർ ഈസ് അക്യുമുലേഷൻ ഓഫ് ബോത്ത് സർഫസ് ചാർജ് ആസ് വെൽ ആസ് വോളിയം ബൗണ്ട് ചാർജ്, അല്ലെങ്കിൽ സർഫസിലും ബൾക്കിലും ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോൺ യൂണിഫോം പോളറൈസേഷൻ ആണെന്ന് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഞാൻ 2 ഡൈപോൾസ് എടുത്തു. ഡൈപോൾസിൽ ഫസ്റ്റത്തെ ഡൈപോൾ 1 കൂളം -1 കൂളം ഉണ്ട്, ഇവിടെ +1 കൂളം ഉണ്ട്. രണ്ടാമത്തെ ഡൈപോൾ -0.9 കൂളം ചാർജ്, അടുത്ത സൈഡിൽ +0.9 കൂളം ചാർജ്. കാരണം യൂണിഫോം അല്ല, ഓരോ ഡൈപോളും വ്യത്യസ്ത എമൗണ്ടിലാണ് ഡൈപോൾ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ സം എടുക്കുകയാണെങ്കിൽ ഇത് 0 ആവില്ല. എഫക്റ്റീവ്ലി ദർ ഇസ് എ സ്മോൾ 0.1 കൂളം പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിനിടയ്ക്കും ചെറിയ ചാർജസ് നിലനിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇത്ര വലിയൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബൾക്കിൽ ചെറിയ ചാർജസ് അക്യുമുലേറ്റ് ചെയ്യും. ആ ചാർജിന് പറയുന്ന പേരാണ് വോളിയം ബൗണ്ട് ചാർജ്, ρB. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
അപ്പം നമുക്ക് ഡെൽ ഡോട്ട് പി എന്ന് പറഞ്ഞാൽ ഡൈവർജൻസ് ഓഫ് പി, പോളറൈസേഷൻ ഡൈവർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സർഫസിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. നെഗറ്റീവ് ചാർജ് ബൾക്കിൽ അക്യുമുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈക്വലായിട്ട് പോസിറ്റീവ് ചാർജസ് അവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം. അപ്പോൾ ബൾക്കിലുള്ള, അപ്പോൾ നമുക്കൊരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യാം മെറ്റീരിയലിൻ്റെ ഉള്ളിൽ. അതായത് ഈ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്ത് ആ സർഫസിനകത്തുള്ള നെഗറ്റീവ് ചാർജസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് റോ ബി ഡീറ്റോ എന്ന് കൊടുക്കാം. ഓക്കെ, ബൗണ്ട് ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സർഫസിനെ ക്രോസ് ചെയ്ത്, ഇവിടെ നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിൽ അത്രയും പോസിറ്റീവ് ചാർജസ് ഇങ്ങോട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, ഈ സർഫസിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം സർഫസിനെ ക്രോസ് ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലക്സ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഫ്ലക്സ് ഓഫ് പോസിറ്റീവ് ചാർജ് ഓക്കെ ത്രൂ ഔട്ട് ദ ക്ലോസ്ഡ് സർഫസ്, അതാണ് പി ഡോട്ട് ഡി എ. ഫ്ലക്സ് നമ്മൾ എഴുതുന്നത് എല്ലാ ആ ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ഏതാണോ അത് ഡോട്ട് ഡി എ എന്നുള്ള ടേംസിലാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എന്നാണ് നമ്മൾ എഴുതുക അല്ലേ, ഓവർ ദ ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് പോളറൈസേഷൻ്റെ എഫക്റ്റ് കാരണം എത്രത്തോളം പോസിറ്റീവ് ചാർജ് പുറത്തോട്ട് ഈ സർഫസിന് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെന്ന്. ഇപ്പോൾ പി ഡോട്ട് ഡി എ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ പി ഡോട്ട് ഡി എ. ഇനി നമ്മൾ ബൾക്കിൽ എടുത്തിരിക്കുന്ന ചാർജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജാണ് ഡൈവേർജ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്യാം. ഡൈവർജൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഡെൽ ഡോട്ട് പി ഡീറ്റോ എന്ന് വരും. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും വോളിയം ഇൻറ്റഗ്രലാണ്. റോ ബി എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് പി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നോൺ യൂണിഫോം പോളറൈസേഷൻ ആണെങ്കിൽ അവിടെ റോ ബി ഈക്വൽ ടു ഡെൽ ഡോട്ട് പി വെർ പി ഈസ് ദ പോളറൈസേഷൻ, അത്രയും എമൗണ്ട് ബൗണ്ട് ചാർജ് ഉണ്ടായിരിക്കും ബൾക്കിൽ. അതുപോലെ തന്നെ ഇവിടെ സർഫസ് ബൗണ്ട് ചാർജ് ഉണ്ടാവും, അത് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് റോ ബി എന്നുള്ളത് പി ഡോട്ട് എൻ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, hope you understood the video. Thank you.